എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം. പലരുടെയും ചോദ്യങ്ങളാണ്. വ്യൂസ് കൂടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും പുതിയ യൂട്യൂബേഴ്സ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ആവുകയും അതല്ലെന്നുണ്ടെങ്കിലും അവർക്ക് യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ വരുന്ന ഭൂരിഭാഗം യൂസേഴ്സും പുതിയ ആളുകളാണ്. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അവരുടെ ചാനൽ സക്സസ് ആയതിനു ശേഷം പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടാവാറില്ല. അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ഇപ്പോഴും കമൻസിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെയാണ് വ്യൂസ് ഉണ്ടാകുക, എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുക, എൻ്റെ ചാനൽ റിവ്യൂ ചെയ്യുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു 9 ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാവും. എന്താണ് 9 ടിപ്സ് എന്നറിയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. ഒരുപാട് പേര് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ തുടക്കക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബർ കൂടുന്നില്ലല്ലോ, വ്യൂസ് വരുന്നുണ്ട്, സബ്സ്ക്രൈബർ വരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രോബ്ലം ഇല്ലേ, അതിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ 1 സബ്സ്ക്രൈബർ 2 സബ്സ്ക്രൈബറൊക്കെ വരികയുള്ളൂ. ഭയങ്കര ടഫാണ് സബ്സ്ക്രൈബർ വരിക. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ കാര്യം, ഫോക്കസ് ഓൺ യുവർ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലരും സബ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം, എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇതുപോലെ ഒരുപാട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. മേ ബി പലരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അവർ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ അവരുടെ വീഡിയോസ് കാണാറുണ്ടോ? അവർ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടോ? എനിക്ക് ഉറപ്പാണ് പലരും കാണാറില്ല. അതുപോലെ തന്നെ ആയിരിക്കത്തില്ലേ മറ്റുള്ളവരും. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം 1000 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഈ 1000 സബ്സ്ക്രൈബേഴ്സിൽ 80% 800 ആളുകളോളം നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ല എന്നിരിക്കട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. പിന്നെ യൂട്യൂബ് ഈ ചാനലിനെ മറ്റുള്ള വ്യൂവേഴ്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യുമോ? ഒരു കാരണവശാലും മറ്റുള്ള യൂസേഴ്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻ്റ് അല്ല നമ്മുടേതെന്ന് യൂട്യൂബ് മനസ്സിലാക്കുകയാണ്. കാരണം സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് അവർ കാണുന്നില്ല. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകളുടെ പലരുടെയും വീഡിയോസ് നിങ്ങൾ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ അന്നൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 80% ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണുമെന്നുള്ളതാണ്. അങ്ങനെ കാണുമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ആ വീഡിയോയെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഫോക്കസ് ഓൺ സബ്സ്ക്രൈബേഴ്സിൽ ജെന്യുവിൻ സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക. സബ് ഒഴിവാക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, പലരും ഇപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പലരും ഫോണിലൂടെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. എൻ സ്ക്രീൻ എന്താണ് എന്ന് മനസ്സിലാകാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ സ്ക്രീനും അതുപോലെ തന്നെ ബ്രാൻഡഡ് ലോഗോയും. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെ എൻ്റെ ഒരു ലോഗോ, എൻ്റെ ചാനലിൻ്റെ ലോഗോ അവിടെ പ്ലേസ് ആയിരിക്കുന്നത്. എൻ്റെ ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടിരിക്കുന്നത്. അത് അവിടെ പ്ലേസ് ആയിരിക്കുന്നത്. അവിടേക്ക് ബട്ടൺ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വരുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വീഡിയോ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ലാസ്റ്റ് സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആളുകൾക്ക് ഒരു നോട്ടിഫിക്കേഷനാണ് എൻ സ്ക്രീനിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബട്ടൺ പ്ലേസ് ചെയ്യാൻ മറക്കരുത്. അത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് ഭാഗത്തിൽ കാർഡ്സും എൻ സ്ക്രീനും ആഡ് ചെയ്യാനുണ്ട്. എൻ സ്ക്രീനിൽ അത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത് പറയാനുള്ളത്, നിങ്ങൾ വളരെ സീരിയസ് ആണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു വെബ്സൈറ്റോ അതല്ലെങ്കിൽ ഒരു ബ്ലോഗോ, ഏറ്റവും കുറഞ്ഞത് ഒരു ബ്ലോഗെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഗുണങ്ങൾ ഒരുപാടാണ്. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നിന്നുള്ള സെർച്ച് അല്ലാതെ നമുക്ക് മറ്റുള്ള സോഴ്സസിൽ നിന്നും, ഇപ്പം ഗൂഗിൾ ആണെങ്കിലും അല്ലെങ്കിൽ യാഹൂ, ബിങ് ഇതുപോലുള്ള സോഴ്സസിൽ നിന്നും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്ക് വരികയും അത് മുഖേന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വ്യൂസ് വരാനുമുള്ള ചാൻസസ് ഉണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മറ്റുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കണ്ടൻറ്റ് മാത്രമല്ലേ ഇടാൻ പറ്റുകയുള്ളൂ. പക്ഷെ നമ്മളൊരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കുക്കറി അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജി, നമുക്ക് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും നമ്മളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കാണാനായിട്ട് വരുന്ന ആളുകൾ അതുവഴി നമ്മുടെ വീഡിയോസിലേക്കും കൂടെ ഡൈവേർട്ട് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സുജിത് ഭക്തൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഫിറോസ് ചുറ്റിപ്പാറയുടെ യൂട്യൂബ് ചാനലിൽ നിന്നോ അവരുടെ വീഡിയോസ് നമുക്ക് എംബഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അതിൽ വരുന്ന വ്യൂസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ചാനലിൽ തന്നെയാണ് കിട്ടുക. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോയും ആ ഏരിയയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് വ്യൂവേഴ്സിനെ നമ്മൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സോഴ്സസ് അവൈലബിൾ ആണ്. അങ്ങനെയും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. CTA അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ. കോൾ ടു ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഞാൻ സാധാരണ വീഡിയോയിൽ അങ്ങനെ പറയാറില്ല. CTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് ഒരു വ്യൂവറിനോട് പറയുന്നത്. അത് നമുക്ക് വാക്കുകളാൽ പറയാം, അതല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ പോപ്പപ്പ് വരുന്നത്, ഇപ്പം വരുന്നത് പോലെ പോപ്പപ്പ് വരുന്നത് പോലെ വന്നിട്ട് ആ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ അതിനെ CTA എന്ന് പറയും. പ്രോപ്പർ കോൾ ടു ആക്ഷൻ ഒരു വീഡിയോയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് സബ്സ്ക്രൈബിനെ പറ്റുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാകുക. പക്ഷേ അതൊരിക്കലും ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ ആവരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊളാബറേറ്റ് വിത്ത് അതർ യൂട്യൂബേഴ്സ്. യൂട്യൂബ് കൊളാബറേഷൻ, അതായത് ഏറ്റവും നിങ്ങളുടെ കാറ്റഗറിയിൽ തന്നെയുള്ള മറ്റുള്ള തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. കൊളാബറേഷൻ പല രീതിയിലാകാം. ഒന്നെങ്കിൽ കമ്പൈൻഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം, പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ സ്ഥലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വീഡിയോയുടെ ഒരു ലിങ്ക് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും അതുപോലെ തന്നെ കാർഡ്സിൽ കൊടുക്കുകയും ചെയ്യുക. അതുപോലെ എൻഡ് സ്ക്രീനിലും കൊടുക്കാം. അതേ പ്രോസസ്സ് തന്നെ അവരോടും നിങ്ങളുടെ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാൻ പറയുക. അത് അവരും അവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും. അവരുടെ വീഡിയോ കുറച്ച് നാളുകൾക്ക് ശേഷം സെർച്ചിൽ പോയാലുള്ള ഗുണം നിങ്ങൾക്കും കിട്ടും, നിങ്ങളുടെ വീഡിയോ സെർച്ചിൽ പോയാലുള്ള ഗുണം അവർക്കും കിട്ടും. ഇങ്ങനെ നമ്മളൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ, ഒരു 50ഓളം യൂട്യൂബേഴ്സിനെ കണ്ടെത്തി അവരുമായിട്ട് പേഴ്സണലി ചാറ്റ് ചെയ്ത് അവരുമായിട്ടൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അങ്ങനെ നമ്മുടെ വീഡിയോയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട്, ലിങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും. ആദ്യമൊന്നും ആയിരിക്കത്തില്ല ഇതിൻ്റെ ഗ്രോത്ത്, പക്ഷേ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ ഒരു ഗ്രോത്ത് നമ്മുടെ ചാനലുണ്ടാകുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമുക്ക് ചാനൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ള ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കഴിവതും സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരെ കാണത്തുള്ളൂ, ലൈവ് വരാൻ ശ്രദ്ധിക്കുക. യൂട്യൂബ് ചാനലിൽ ലൈവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാൻ ബേസ് ബിൽഡാവും. അതായത് ഒരു 1000 സബ്സ്ക്രൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 20-30 പേര് നിങ്ങളുടെ ഒരു ഫാൻസായി മാറും. കാരണം നിങ്ങളോട് പല കാര്യങ്ങൾ ചോദിക്കും, ഹായ് ചോദിക്കും, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കും, അവരുടെ സംശയങ്ങൾ ചോദിക്കും, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. അവർ തീർച്ചയായിട്ടും നമ്മുടെ ഫാൻ ബേസായി മാറുകയാണ്. ജെന്യുവനായിട്ടുള്ള രീതിയിൽ അവരോട് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫാൻ ബേസ് അവിടെ ഉണ്ടാവുള്ളൂ. ഫാൻ ബേസാണ് കൂടുതലും നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അവർ ചിലപ്പോൾ വീഡിയോ ഷെയർ ചെയ്യും, ആദ്യം തന്നെ കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് ലൈവ് വരാനായിട്ട് ശ്രമിക്കുക. ഒരു ആഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും ലൈവ് വരാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഫാസ്റ്റ് ഗ്രോത്താണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മുടക്കേണ്ടി വരും. പൈസ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, വ്യൂവേഴ്സിന് വേണ്ടിയുള്ള ഗിവ് അവേസ്, എന്തെങ്കിലും പ്രോഡക്റ്റുകളോ ഓഫേഴ്സോ ഗിവ് അവേ കൊടുക്കണം. ഗിവ് അവേ കൊടുക്കുമ്പോൾ പലരും വളരെ ആർക്കും ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഗിവ് അവേ കൊടുക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോമൺ ഓഡിയൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു പവർ ബാങ്ക് എങ്കിലും, ഒരു 2-3 പവർ ബാങ്ക് എങ്കിലും മേടിച്ച് ആ പവർ ബാങ്ക് എങ്കിലും ഗിവ് അവേ കൊടുക്കാൻ നോക്കുക. വളരെ ഫാസ്റ്റായിട്ട് യൂട്യൂബ് ചാനൽ ഡെവലപ്പ് ചെയ്യണം. അതിപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് എന്തും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഏതൊരു കോമൺ ഓഡിയൻസിനും പറ്റുന്ന പ്രോഡക്റ്റ് ആവണം. ഗിവ് അവേസ് കൊടുക്കുന്നത് നല്ലതാണ്,
അതും ഒരു മിനിമം ഒരു 5000 സബ്സ്ക്രൈബർ ആയതിന് ശേഷം മാത്രം ഗിവ് അവേ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു റിസൾട്ട് പോലും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ. അടുത്ത ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ തുടങ്ങി മുമ്പോട്ടേക്ക് വരുന്ന അതേ സബ്ജക്റ്റിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട്. ആ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ആ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പ്രൊമോട്ട് ചെയ്ത് വരും. കാരണം നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ചിലപ്പോൾ അവരുടെ ചാനലായിരിക്കും പെട്ടെന്ന് റൈസ് ആവുന്നത്. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു സഹായം ചെയ്താൽ നാളെ തീർച്ചയായിട്ടും അവരും തിരിച്ചു ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി മറ്റുള്ള യൂട്യൂബേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുക. അവരുടെ സംശയങ്ങളും ഇടയ്ക്ക് കുറച്ച് സമയത്ത് ഫ്രീ ആക്കി ലൈവിൽ വന്നുകൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണലി അവർക്ക് വേണ്ടി മാത്രം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവരെയും ഹെൽപ്പ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടും ഒരു സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നമ്മുടെ ചാനലിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കും, ഈ വീഡിയോയ്ക്ക് താഴെയുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കമൻറ്റ് ഫോളോ സുബിൻ യൂസഫ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. രണ്ടും ഒരു കമൻറ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ആ കമൻറ്റിനൊപ്പം തന്നെ കൊടുക്കുക. ഞാൻ ആ കമൻറ്റിനെ, ആദ്യം അങ്ങനെ ചെയ്യുന്ന കമൻറ്റിനെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോയുടെ താഴെ ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് കീപ്പ് ചെയ്യും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ യൂസഫ്.